ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ കബോർഡ് സിസ്റ്റത്തിൻ്റെ മുകളിലായിട്ട് അതല്ലെങ്കിൽ ഈ പറഞ്ഞതിൽ ടേബിൾ ടോപ്പിൻ്റെ ലെവലിൽ നമുക്ക് വാഷ് ബേസിൻ കോമൺ വാഷ് ബേസിൻ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം. അത് നമ്മൾ പുതിയ വീടുകളിലാണെങ്കിൽ കോമൺ വാഷ് ബേസിൻ്റെ ഏരിയ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അതിന് പറ്റിയ രീതിയിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ കോമണിൻ്റെ ഏരിയ സെപ്പറേറ്റ് ചെയ്ത് തിരിച്ചിരിക്കുകയാണ്. അതായത് ഡൈനിങ്ങിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് തിരിച്ചിരിക്കുകയാണ്. അത് നല്ലതാണ്, കാരണം ഡൈനിങ്ങിൻ്റെ ഏരിയയിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ വാഷ് ബേസിൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഡൈനിങ്ങിൽ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ വേണം നമുക്ക് ഈ കോമൺ വാഷ് ബേസിൻ തിരിഞ്ഞു നിൽക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്ന ജാഗോണ്ട ടാപ്പ് ടേബിൾ ടോപ്പിൽ ഗ്രാനൈറ്റ് കൊടുത്തതിന് ശേഷം അതിൽ ഗ്രാനൈറ്റ് കറക്റ്റായിട്ട് ഹോൾ ഇട്ടതിന് ശേഷമാണ് കൊടുത്തിരിക്കുന്നത്. ബോറിംബിറ്റ് ഉപയോഗിച്ചിട്ട് ഹോൾ ഇട്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കബോർഡിൻ്റെ സിസ്റ്റം താഴെ നമുക്ക് കബോർഡ് സിസ്റ്റം യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന മൾട്ടിവുഡ് സിസ്റ്റത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം വെള്ളം കാര്യങ്ങൾ വീഴാനുള്ള ചാൻസസ് ഏറ്റവും കൂടുതലുള്ള ഏരിയ ആയതുകൊണ്ട് മൾട്ടിവുഡ് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഭാവിയിലേക്ക് ഈ പറഞ്ഞ രീതിയിൽ പ്ലൈവുഡ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് പതുക്കെ അത് കുത്തിപ്പോകാനും ഉള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ മൾട്ടിവുഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല, വർഷങ്ങളോളം നിലനിന്ന് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ജാഗോണ്ട വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഫുള്ള് താഴെ നിന്നും ഫുള്ള് ഏരിയകളിൽ ടൈല് കാര്യങ്ങൾ ഒട്ടിച്ചേക്കാണ്. അതിനുശേഷം മുകളിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്, ഒരു പാനൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് ടൈൽ ഒട്ടിച്ചിരിക്കുന്നത് അപ്പോക്സി ചെയ്യുന്ന രീതിയിൽ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു മിറർ കൊടുത്തിട്ട് ആ മിറർ കുറച്ചൊരു വ്യത്യസ്തമാണ്. കാരണം മിറർ നമ്മൾ റൗണ്ടിൽ കൊടുത്തതിന് ശേഷം, അതായത് നമ്മുടെ മുഖത്തേക്ക് ലൈറ്റ് അടിക്കുന്ന പോലെയല്ല LED സ്ട്രിപ്പ് നമ്മുടെ ബാക്കിലേക്ക്, അതായത് ടൈൽമേക്ക് അടിക്കുന്ന രീതിയിലാണ്, അതിൻ്റെ വെളിച്ചം അടിക്കുന്ന രീതിയിലാണ് ആ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതാണ് ഇത്ര ഭംഗിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ വെളിച്ചം കൊടുത്തിരിക്കുന്നത് ടൈൽമേക്ക് ആയതുകൊണ്ട് നല്ല ലുക്കിലാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ സെപ്പറേറ്റ് നമ്മുടെ മുഖം കാണാൻ വേണ്ടിയിട്ട് നേരെ മുകളിൽ ഒരു പാനൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഒരു കോമൺ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടവൽ റോഡിൻ്റെ സൈഡിലേക്കായിട്ട് റൈറ്റ് സൈഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ടവൽ റോഡിനുള്ള ഓപ്ഷൻ റൈറ്റ് സൈഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് വരുന്ന ഏരിയകളിൽ നമ്മൾ കോമൺ വാഷ് ബേസിൻ്റെ വരുന്ന ഏരിയകളിൽ കൊടുക്കുന്നത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വെള്ളത്തിൻ്റെ ഏരിയ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഏരിയ ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ ഫുൾ കൺട്രോളിങ്ങും വേണമെങ്കിൽ നമ്മളൊരു പ്ലഗ് സോക്കറ്റും കൂടി കൊടുക്കാം. അത് കറക്റ്റായിട്ട് ചേർന്നിരിക്കുന്ന രീതിയിൽ തന്നെ വേണം കൊടുക്കാനായിട്ട്, ഒട്ടും പ്രൊജക്റ്റ് ചെയ്ത് പുറത്തേക്ക് വരാത്ത രീതിയിൽ, ടൈലിൻ്റെ ഫിനിഷിങ് കാര്യങ്ങളൊട്ടും നഷ്ടപ്പെടാത്ത രീതിയിൽ. ഇപ്പോൾ ഞാൻ ആ ബാക്കിൽ കാണുന്ന ആ LED സ്ട്രിപ്പ് ഒട്ടിച്ചിരിക്കുന്ന രീതിയാണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നത്. അതിൻ്റെ ബാക്കിലുള്ള, അതായത് നമ്മുടെ മിററിൻ്റെ ബാക്കിൽ നമ്മൾ LED സ്ട്രിപ്പ് കൊടുത്തിരിക്കുന്ന രീതിയാണ്. അത് LED സ്ട്രിപ്പ് കൊടുത്തിരിക്കുന്ന രണ്ട് രീതിയിൽ നമ്മൾ LED സ്ട്രിപ്പ് ഉണ്ട്. നോർമൽ ലെവലുള്ള LED സ്ട്രിപ്പ് ഉണ്ട്, അതുകൂടാതെ പ്രൊഫൈൽ ലൈറ്റിന് ഉപയോഗിക്കുന്ന LED സ്ട്രിപ്പ് ഉണ്ട്. പ്രൊഫൈൽ ലൈറ്റിനുള്ള LED സ്ട്രിപ്പ് ആണെങ്കിൽ കുറച്ചുകൂടി ഹൈ ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടും. അപ്പോൾ കോമണിൻ്റെ ഏരിയ തന്നെ കോമൺ വാഷ് ബേസിനിൽ നിന്ന് പോകുന്നതിന് തൊട്ടപ്പുറത്താണ് കോമൺ നമ്മുടെ ഈ പറയുന്ന ബാത്റൂം ഉള്ളത്. അതായത് രണ്ടും കൂടി അറേഞ്ച് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിൽ നിന്ന് രണ്ടിനും ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് റൂം ഡൈനിങ്ങിൻ്റെ ഏരിയയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് കോമൺ ബാത്റൂമും കൊടുത്തിരിക്കുന്നു, കോമൺ വാഷ് ബേസിനും അതിൽ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight. Don't waste time to my place. I feel my heart erase. So catch me if I